മക്തും തങ്ങളുടെ ക്ഷണപ്രകാരം ആത്മീയപ്രഭ പരത്താൻ മഹാനവറുകൾ പൊന്നാനിയിലും വെളിയങ്കോടും താനൂരിലുമെല്ലാം സഞ്ചരിക്കുകയും മഹാനവറുകളുടെ ജീവിതം വഴി ധാരാളം പേർ ഇസ്ലാമിലേക്ക് വരാൻ അത് കാരണമാവുകയും ചെയ്തു. കച്ചവടത്തിനായി മഹാനവറുകൾ പല നാടുകൾ സഞ്ചരിച്ചു. അവസാനം ജന്മനാടായ കോഴിക്കോട്ട് തന്നെ തിരിച്ചെത്തുകയായിരുന്നു. അവിടെ ഒരു ജുമുഅത്ത് പള്ളിയിൽ ഇബാദത്തിലായി മുഴുകി. അതോടെ മഹാനവറുകളുടെ പ്രസിദ്ധിയാർജിച്ചു. ജീവിതകാലത്തും വഫാത്തിന് ശേഷവും നിരവധി കറാമത്തുകൾ പ്രകടമാക്കിയ മഹാനവറുകൾ ഖാദിരിയ, ചിശ്തിയ്യ ത്വരീഖത്തുകളിൽ നിരവധി മുരീദുമാരുമുണ്ട്. ഒരിക്കൽ രാജകൊട്ടാരത്തിലേക്ക് തൊഴിലാളികൾ പഞ്ചസാര ചാക്കുകളുമായി കടന്നു വന്നപ്പോൾ ശൈഖവറുകൾ ചോദിച്ചു, എന്താണ് ഇതിലെന്ന്. അവർ തമാശയായി അത് ഉപ്പാണെന്ന് പറഞ്ഞു. ഉപ്പാണെങ്കിൽ ഉപ്പ്. കൊട്ടാരത്തിലെത്തി ചാക്ക് അയച്ചപ്പോൾ പഞ്ചസാര ചാക്കുകൾ എല്ലാം ഉപ്പായി